വഴി അടിച്ച് ഈ തോട്ടത്തിലേക്ക് മൊത്തത്തിൽ എല്ലായിടത്തോട്ടും പൈപ്പ് കണക്ഷൻ വഴി വെള്ളം എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏക്കർ കണക്കിനുള്ള സ്ഥലത്താണ് ഈ ഗ്രാസ് കൃഷി ചെയ്തിട്ടുള്ളത്. ഇതൊരു തെങ്ങും തോപ്പാണെന്ന് നമുക്ക് മനസ്സിലാവും. ആ തെങ്ങും തോപ്പിൽ ഈ കൃഷി കൂടെ ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. മാത്രമല്ല ഇവിടെ ആറുണ്ട്, അതുകൊണ്ട് തന്നെ വെള്ളത്തിന് വലിയ ക്ഷാമമൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് ഇതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് രാവിലെ തന്നെ ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊരു അവസരം കിട്ടിയതാണ്. കാരണം നമ്മളെ വണ്ടിക്ക് രാവിലെ തന്നെ വന്നതുകൊണ്ട് ഓട്ടം ആയിട്ടില്ല, പണിക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അത്ര സമയം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഈ ക്യാമറയിലേക്ക് പകർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കാരണമായിട്ട് തന്നെ 3 ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഈ കാണുന്നവരുടെയൊക്കെ നാട്ടിലും നമുക്കിതിൻ്റെ സീഡ് വാങ്ങിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു കൃഷി തന്നെയാണിത്. അപ്പോൾ ആദ്യം മണ്ണ് വിതറിയിട്ട് അതിൻ്റെ മുകളിൽ ഗ്രാസ് നടുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന ഗ്രാസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ അഗ്രങ്ങളിലൊക്കെ ഒരു വെള്ള കലർന്നിട്ടുണ്ട്, കണ്ടില്ലേ? അഗ്രഭാഗങ്ങളിലൊക്കെ ഒരു വെള്ള കലർന്നിട്ടുണ്ട്. എന്നാൽ മുകളിലോട്ടുള്ള ഗ്രാസുകളിലൊക്കെ അങ്ങനെയല്ല, അതൊക്കെ നല്ല പച്ചപ്പ് തന്നെയുള്ള ഗ്രാസുകളാണ്. ഇവിടുന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി നോക്കുന്നതനുസരിച്ചിട്ട് നല്ല പച്ചപ്പുള്ള ഗ്രാസുകളാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു മോഡൽ ഗ്രാസ് ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ തന്നെ രാവിലെ ആ സൂര്യൻ ഉദിച്ച് വരുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് മനോഹരമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ആറിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാലും പിന്നെ നമുക്ക് മുന്നോട്ട് നടന്നു പോകുമ്പോഴേക്കും ഇവിടെ ഈ സൈഡിൽ അപ്പുറ സൈഡിൽ ഈ 2 സൈഡിലായിട്ടും കാടുകളും മരങ്ങളും ഒക്കെ നിറഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് മുന്നോട്ട് നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ഇപ്പോഴായിട്ട് ഈ ഇട കൊണ്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വയലറ്റ് കളറ് ഒരു ചെടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ വണ്ടിയും കൊണ്ടൊക്കെ ഇങ്ങനെ ഓടിച്ച് പോകുമ്പോഴേക്ക് ഈ വയലറ്റ് കളറ് അല്ലെങ്കിൽ ഒരു പിങ്ക് റോസ് കളറ് അങ്ങനെയൊക്കെയുള്ള പൂക്കൾ കാണാൻ സാധിക്കും. അപ്പം പലപ്പോഴും നമുക്ക് വണ്ടി നിർത്തി അതിനെ കാണാൻ സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ ഞാൻ അതിനെ തിരഞ്ഞ് ഒരുപാട് ആ ഒരു മനോഹാരിത കണ്ടിട്ട് ഞാൻ അതിനെ തിരയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കതിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതേണ്ടേ നമ്മളെ അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്, എങ്കിലും നമുക്ക് അതിനെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് അടുത്ത് കാണാൻ സാധിച്ചില്ല എങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ ആ ഒരു പ്രതിഫലനം ആ ഒരു വെള്ളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ചെടി നിൽക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനം ക്യാമറയിൽ കൂടെ എത്ര അത് വ്യക്തമാണെന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈ സൈഡിലായിട്ട് നിൽക്കുന്ന സാധാരണ തോട്ട് വരമ്പിലും പുഴയിലൊക്കെ കാണാറും ഒരുതരം പൂവാണ് നമ്മൾ ഈ കാണുന്നത്. കുറച്ച് മുന്നോട്ട് നമ്മൾ പിന്നും പോകുമ്പോഴേക്കും ഈ ചെറിയ മുളങ്കാട് പോലെയുള്ള കാടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ല, ചെറിയ ഇനത്തിൽപ്പെട്ട മുളയാണിത്, ഒരു ടൈപ്പ് മുളയാണിത്. അപ്പോൾ അതിലെ ഒരെണ്ണത്തെ ഞാൻ ഓടിച്ചെൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ കാട്ടുചെടികളാണ്. കാട്ടുചെടിയാണെങ്കിൽ പോലും നമ്മളാരും അങ്ങനെ വീട്ടിൽ വളർത്തുന്ന ചെടികളൊന്നുമല്ല. പക്ഷേ ഈ മരം മാത്രം എല്ലാ സ്ഥലങ്ങളിലും ഈ മരത്തിൻ്റെ ഒരു പൂക്കുന്നൊരു സീസണാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ എൻ്റെ മുമ്പൊന്നും ഞാൻ ശ്രദ്ധിക്കാത്ത രീതിയിൽ ഈ ഒരു മരത്തെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി ഈ ഇട കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ വെയിൽ ഉദിച്ച് വരുന്ന സമയമായിട്ടുണ്ട്. അപ്പം വെയിൽ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ പലയിടത്തും ഈ കാട്ടുചെടികളൊക്കെ ചെടികളായിട്ട് വളർത്തുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു മനോഹാരിത കൊണ്ടിട്ടായിരിക്കാം പലയിടത്തും കാട്ടുചെടികളൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ തെങ്ങിൻതോപ്പിൻ കൂടെ ഈ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ കടന്നു വരുന്നത് ഒരു വല്ലാത്തൊരു എന്താ പറയുന്നത് ഒരു ഭംഗി നമുക്ക് തോന്നിക്കുന്നുണ്ട്. നമ്മളിപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഭംഗി എന്നൊരു വാക്ക് ഉപയോഗിച്ച് കേട്ടോ. അപ്പോൾ ഭംഗി എന്നൊക്കെയുള്ള വാക്കിൽ ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് നമ്മുടെ ഈ നാട്ടിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ഭംഗി എന്നാണ് പൊതുവായൊരു സംസാര ഭാഷയാണ്. അപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഭംഗി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഓവറായിട്ട് ചളവാക്കണ്ടെന്ന് കൂടെ ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല മറ്റ് ജില്ലകളിലുള്ളവർ അതിൻ്റെ ഭാഷയുടെ ഒരു അന്തരമാക്കി മനസ്സിലാക്കുകയും നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണ് അതിന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുകൂടിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നാണ്. അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരുപാട് വിമർശനം ആ ഒരു വാക്കിൻ്റെ പേരിൽ മാത്രം കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് വിമർശിക്കുകയുണ്ടായി. അപ്പം അടുത്ത തവണ ഞാൻ തിരുത്താമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭംഗി എന്നുള്ള വാക്കും ഇതൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെടികളുടെ ഇടയിൽ നിൽക്കുന്ന തൊട്ടാവാടി കാട് പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തു നിന്നുള്ള ഗ്രാസുകൾ ഒരു പക്ഷേ പഴക്കം ചെന്നതോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇനി വെട്ടിയെടുക്കാൻ സാധിക്കാത്തതോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
അല്ലെങ്കിൽ ഇതിൻ്റെ സീഡ് വാങ്ങിച്ചാണ് ഇത് സാധാരണ കൃഷി ചെയ്യാറുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. മണ്ണ് വിതറിയിട്ട് മണ്ണിൻ്റെ മണ്ടയിൽ ഇതിൻ്റെ സീഡുകളൊക്കെ വിതറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെടി കണ്ടില്ല. ഈ ചെടി കണ്ടിട്ട് എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയോ, നമ്മുടെ ദേശീയ പതാകയുടെ അതേ 3 കളറുകളുള്ള ചെടിയാണ്. കണ്ടില്ലേ, അതിൻ്റെ ഇലകൾ പച്ച ഇലകൾ, വെള്ളയും പച്ചയുമായിട്ടുള്ള ഇലകളും ഉണ്ട്. നമ്മുടെ ദേശീയ പതാകയ്ക്കകത്തുള്ള അതേ കുങ്കുമ കളറുള്ള, അങ്ങനെ ഇത്രയും കൂടെ ഉള്ള ഈ ഒരു പച്ചപ്പും ആ വെള്ള കളറും ആ കുങ്കുമ കളറും ഇത് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ ദേശീയ പതാകയിലെ കളറല്ലേ, വെള്ളയും പച്ചയും കുങ്കുമൊക്കെ ആയിട്ടുള്ള.